ജയരാജ് സാറിൻ്റെ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ്. അതുപോലെ മനോജ് ചേട്ടനും അഖില ചേച്ചി ഉള്ളതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് ഞാൻ ഈ പടം കാണാനായിട്ട് വന്നത്. പക്ഷേ ഇന്ന് ഞങ്ങൾ തിയേറ്ററിൽ 8 പേരേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് പാട്ടും മദ്യപാനം കൂടിപ്പോയി. മദ്യപാനം ഇന്നത്തെ കാലത്ത് വലിയ പ്രോത്സാഹിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. IFFK പോലുള്ള ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടല്ലോ, ആ ഒരു വൈബിൽ കാണാൻ പറ്റിയൊരു പടമാണ്. ഇതൊരു അടിച്ചുപൊളി പടമല്ല, അതായത് നമ്മൾ ഈ വിസിലും അടിച്ച് കൈ അടിച്ച് അങ്ങനെ ഇരുന്ന് കാണേണ്ടതല്ല. ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ജയരാജ് സാറിൻ്റെ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ്. അതുപോലെ മനോജ് ചേട്ടനും അഖില ചേച്ചി ഉള്ളതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് ഞാൻ ഈ പടം കാണാനായിട്ട് വന്നത്. പക്ഷേ ഇന്ന് ഞങ്ങൾ തിയേറ്ററിൽ 8 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് പ്രൊമോഷൻ കുറവായിരുന്നു. പ്രൊമോഷൻ ഇപ്പം ബുക്ക് മൈ ഷോയിലായാലും വെയിറ്റിംഗ് ചെയ്തൊരു കുറവാണ്. പക്ഷേ ഞാൻ ഈ പടത്തിന് അപ്ഡേറ്റ്സ് എല്ലാം നോക്കിയിരുന്നത് കൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ഇവിടെ എത്താൻ കഴിഞ്ഞു. ഞാൻ കണ്ട് ആസ്വദിക്കുകയും ചെയ്തു. നന്നായിരുന്നു. പ്രത്യേകിച്ച് മനോജ് ചേട്ടൻ അഖില ചേച്ചി മ്യൂസിക്കിൽ നിന്ന് ആദ്യമായിട്ട് അഭിനയത്തിലോട്ട് വന്നിട്ട് പോലും ചേച്ചി നന്നായിട്ട് വിസ്മയിപ്പിച്ചു. അത് എനിക്ക് പേഴ്സണലി ചേച്ചി അറിയാം. ചേച്ചിയുടെ ഒരു സ്നേഹമുള്ള ഒരാളാണ് ഞാൻ സഹോദരി സ്ഥാനത്ത് കാണുന്നത്. അപ്പോൾ മനോജ് ചേട്ടന് ഒരു ഫാൻ എന്ന രീതിയിൽ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വന്നത്. ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം നടക്കുന്ന ഒരു സംഭവം. പിന്നെ ഉണ്ണിയേട്ടനുണ്ട്. അപ്പോൾ എല്ലാവരും അവരുടേതായ റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മാസ് മൊമെൻറ്റ്സ് ഒന്നും പ്രതീക്ഷ വരുന്നവർക്ക് ഈ പടം നിരാശയായിരിക്കും. ഒരു ദിവസം നടക്കുന്ന ഡ്രാമ മൂവി, മ്യൂസിക്കൽ ഡ്രാമ മൂവി, സോങ്ങുകളെല്ലാം പാട്ടുകൾ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഇത്. നല്ല സിനിമയാണ്. നല്ല സിനിമയെന്ന് പറയുമ്പം നമ്മൾ ജയരാജ് സാറിൻ്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ അതുമായി കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അതുമായി കമ്പയർ ചെയ്യുമ്പം കുറേ ഒരു സ്ലോ സിനിമയാണിത്. പിന്നെ കുറച്ച് പാട്ടും മദ്യപാനം കൂടിപ്പോയി. മദ്യപാനം ഇന്നത്തെ കാലത്ത് വലിയ പ്രോത്സാഹിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പോൾ പാട്ടും മദ്യപാനവുമായി മാറിപ്പോയി എന്നൊരു ഇതെനിക്കുണ്ട്. എൻ്റെ ഒപ്പീനിയനാണ് അത്, എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. പക്ഷേ ടോട്ടലി ജയരാജ് സാറിൻ്റെ പടം പ്രതീക്ഷിച്ച് വരുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ മുൻ പടങ്ങളുമായി കമ്പയർ ചെയ്യുമ്പം അല്പം പുറകിലോട്ടാണ്. എന്നാലും ഒരു സംഗീതാസ്വാദകൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു വരുന്നതുകൊണ്ട് കുഴപ്പമില്ല, നന്നായി പോകും. ആ സിനിമ നന്നായി എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. കാരണം അവാർഡ് മൂഡാണ് ഈ സിനിമ. തുടക്കം മുതൽ അവാർഡ് മൂഡാണ്. പക്ഷേ നമ്മൾ അദ്ദേഹത്തിൻ്റെ മറ്റ് പടങ്ങളുമായി നോക്കുന്നതുകൊണ്ടാണ് കുറച്ച് പുറകിലോട്ടാണ് തോന്നുന്നത്. എന്നാലും കണ്ടിരിക്കാം. ഒരു പ്രാവശ്യം ആ സിനിമ കണ്ടാൽ നന്നായിരിക്കുമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മേഫിൽ ഒരു ഫിലിം ഫെസ്റ്റിവൽ വൈബ് പടമാണ്. അതായത് IFFK പോലുള്ള ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടല്ലോ, ആ ഒരു വൈബിൽ കാണാൻ പറ്റിയൊരു പടമാണ്. ഇതൊരു അടിച്ചുപൊളി പടമല്ല, അതായത് നമ്മൾ ഈ വിസിലും അടിച്ച് കൈ അടിച്ച് അങ്ങനെ ഇരുന്ന് കാണേണ്ടതല്ല. വളരെ സീരിയസ്നെസ്സോടുകൂടി കാണേണ്ട ഒരു പടമാണ്. ചെറിയ ഡ്യൂറേഷൻ, 1.5 മണിക്കൂറുള്ളൊരു പടമാണ്. നമ്മൾ സീരിയസ്നെസ്സോട് കാണേണ്ട പടം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പല ഫിലിം ഫെസ്റ്റിവലിനൊക്കെ വരുന്ന പടങ്ങളില്ലേ, അങ്ങനെ ഒരു സൈലൻ്റ് ഒരു മൂവിയാണ്. ജയരാജിൻ്റെ ഒരു ടിപ്പിക്കൽ മൂവി. സംവിധാനം ഒക്കെ ജയരാജാണ് ചെയ്തേക്കുന്നത്. അങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ വൈബ് പടമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സെൻസിൽ കാണുക. നല്ല കഥയാണ്. പിന്നെന്താണ്, എല്ലാവരുടെയും പെർഫോമൻസും കൊള്ളാം. പാട്ടുകൾ ഒരുപാടുണ്ട്. ക്ലാസിക്കൽസ്, അങ്ങനെ ഒരു ആ ഒരു ടൈപ്പ് പാട്ടൊക്കെയാണ്. അടിച്ചുപൊളിയല്ല. അതെ. IFFK പോലുള്ള പല ഫിലിം ഫെസ്റ്റിവൽസിന് പറ്റിയൊരു കണ്ടൻറ്റാണ്. ഞാൻ IFFK പോലത്തെ ഫിലിം ഫെസ്റ്റിവൽസ് അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. അതെ, അങ്ങനത്തെ ഒരു പടമാണ്.